പ്രതീക്ഷയുണ്ട്. ഇതൊരു പ്രതീക്ഷയാണ്, ഇത് നാടിന്റെ പ്രതീക്ഷയാണ്, ഇത് രാജ്യത്തിന്റെ പ്രതീക്ഷയാണ്, നമ്മുടെ അവകാശമാണ്. ജീവിക്കാനുള്ള മൗലികമായ അവകാശം ഓരോ പൗരന്റെയും ധാർമ്മികമായ അവകാശമാണ്. ഈ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാജ്യത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഈ രാജ്യത്തെ ഭരണകൂടത്തോട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുന്നവരെ മാന്യമായി ജീവിക്കുവാനുള്ള ഒരു അവകാശം ഇവിടുത്തെ ഭരണകൂടം ഈ 60 വയസ്സ് കഴിഞ്ഞ് ജനങ്ങൾക്ക് നൽകണം എന്നാണ് ഞങ്ങൾ അടിവരയിട്ടുകൊണ്ട് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ന്യായമായ ആവശ്യമാണ് ഗവൺമെന്റിനോട് പറയുന്നത്. 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ സംരക്ഷിക്കാൻ രാജ്യത്തിന് പുറത്ത് പല രാജ്യങ്ങളും, സമ്പന്ന രാജ്യങ്ങളുമുണ്ട്, അല്ലാത്ത രാജ്യങ്ങളുമുണ്ട്. അവരെല്ലാം സംരക്ഷിക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള മഹത്തായ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഈ ഒരു കാർഷിക രാജ്യത്തിൽ കർഷകനെ പിന്തള്ളിക്കൊണ്ടും പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പിന്തള്ളിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെ തിരസ്കരിക്കുകയില്ലാതെ വേറെ മാർഗമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം നമ്മൾ നികുതി കൂട്ടായികയാണ്. നമ്മൾ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ നികുതി ജനിച്ചത് മുതൽ മരണം വരെയും, ഉദാഹരണം 60 വയസ്സ് വരെയും നമ്മൾ എത്രയും സർക്കാരിന് വേണ്ടി നികുതി നൽകിയിട്ടുണ്ട്. ആ നികുതിയിൽ ഒരംശമെങ്കിലും ഈ പാവപ്പെട്ട വയോജനങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കാൻ ഈ ഗവൺമെന്റുകൾ തയ്യാറാവണം. അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഈ ഒരു വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുകയാണ്. പ്രകൃതി അനുകൂലമാണെങ്കിൽ AG ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾക്ക് മുന്നിലുള്ളത്. നമ്മുടെ പൗരന്റെ അവകാശങ്ങൾ, തീർച്ചയായിട്ടും പലപ്പോഴും പൗരന്റെ അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് 1 ലിറ്റർ ഇന്ധനം അടിച്ചാൽ അതിന്റെ നികുതി എത്രയാണെന്ന് ഒരു ബില്ല് തരാൻ ആ സ്ഥാപനത്തിന് തരാൻ കഴിയില്ല. അപ്പൊ പൗരന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും, ഈ ഭരണകൂടത്തിനോട് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും ഒരു പൗരന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഉപഭോക്താവ് വാങ്ങുന്ന ഏതൊരു സാധനത്തിന്റെയും അതിൽ പറയുന്ന ടാക്സ് എത്രയാണെന്ന് ചോദിക്കുവാനും ഇടപാട് നടത്തുവാനും പൗരന് അവകാശമില്ലാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. പൗരാവകാശം ഹരിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ 29 സംസ്ഥാനങ്ങളും ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയവുമായി മാത്രം മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. ഈ ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള ആശയത്തിൽ ഒരു ചെറിയൊരു പിഴവ് കാണുന്നത്. എല്ലാവർക്കും സാർവത്രിക പെൻഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അത്തരത്തിലുള്ള ജനവിഭാഗങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഗവൺമെന്റ് അതിനായിട്ടൊരു ബോർഡ് രൂപീകരിച്ചു കഴിഞ്ഞു. ആ ബോർഡ് പഠിക്കണമെന്നാണ് ഈ ഗവൺമെന്റ് പറഞ്ഞത്. പഠിക്കട്ടെ, എത്രമാത്രം പഠിക്കേണ്ടി വരും. അപ്പോ പഠിച്ച് ഈ ഗവൺമെന്റ് ഈ നാട്ടിലെ വയോജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമ്മളിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഈ ബോർഡ് കോർപ്പറേഷന്റെ ഭാഗമാക്കണം എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ തീരുമാനം അടുത്ത ദിവസങ്ങളിലായി വരും. ഈ സംസ്ഥാനത്ത് 100 കണക്കിന് വയോജന സംഘടനകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. OAP എന്ന ആശയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സംഘടനകൾ കേരളത്തിലുണ്ട്. ഈ ആശയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുകയല്ലാതെ അത് നേടിയെടുക്കാൻ കഴിയുന്നില്ല. പെൻഷൻ മാത്രമല്ല, നമ്മുടെ പൊതുജീവിതത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെൻഷനെ മാത്രമല്ല ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, അതിന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിയമപരമായ ബുദ്ധിമുട്ടുകൾ ഒരു വ്യക്തിയെ, ഒരു വയോജനത്തെ എത്രമാത്രം സഹായിക്കാൻ കഴിയും, അത് ഏതൊക്കെ രീതിയിൽ സഹായിക്കണം എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംഘടനയായിരിക്കണം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും ഉണ്ടാവേണ്ടത്. ഒരു വയോജനങ്ങൾക്ക് നിയമപരമായ സഹായങ്ങൾ നൽകാൻ നമുക്ക് കഴിയണം. നിയമസഹായം നമുക്ക് നൽകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെ ആ വയോജന ഒരു 60 വയസ്സ് കഴിഞ്ഞ വ്യക്തിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഘട്ടങ്ങളിലുണ്ടാകും. മക്കളുടെ സഹായം
തിരസ്കരിക്കുന്ന തരത്തിൽ അന്തേവാസികളായി മാറേണ്ടി വന്ന ലക്ഷക്കണക്കിന് വയോജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുവാനും പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ഒരു സാർവത്രികമായ പിന്തുണയും സഹായവുമാണ് ഈ സംഘടനയ്ക്ക് അനിവാര്യമായ ഘടകങ്ങൾ. അത്തരത്തിലുള്ള പിന്തുണകൾ നൽകിക്കൊണ്ട് ഈ പാവപ്പെട്ട വയോജനങ്ങളെ കൈപിടിച്ചുയർത്തുവാനും മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന ഒരു കർത്തവ്യമാണ് ജനശക്തി വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ ആശയം. ഈ പരമപ്രധാനമായ ആശയം ദൈവികമായിട്ടുള്ള ഒരു ആശയമായി കണ്ടുകൊണ്ട് തന്നെ ഈ ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കണം. പൗരന്റെ അവകാശം സർക്കാരിനോട് അപേക്ഷിക്കേണ്ട കാര്യമല്ല, ഔദാര്യമല്ല, അവകാശമാണ്. നമ്മുടെ അവകാശത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. ആ അവകാശം നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകേണ്ടി വന്നാലും നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. ഇത് നമ്മുടെ അവകാശമാണ്. ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം പൗരന്റെ മൗലികമായ അവകാശമാണ്. മാന്യമായ ജീവിതം നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.